ഹായ് ഗായ്സ്, വെൽക്കം ടു വീനൂസ് കുക്കിംഗ്. ഇന്ന് ചായൻ്റെ കൂടെ കഴിക്കാൻ ബത്താസ് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളിത് ബത്താസ് എന്നാണ് പറയുക. സ്വീറ്റ് പൊട്ടറ്റോന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സ്പൂണ് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 10 എണ്ണം എടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഉള്ളിയുടെ ആ കാരം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇതുപോലെ എടുത്താൽ മതി. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊണ്ടുവരാം. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഒരു സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് വെക്കണം. ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുറച്ച് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പുളിയാണ് എടുത്തത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഏറ്റവും കുറവിൽ വെക്കാൻ ശ്രദ്ധിക്കണം. മുളക് പൊടി കരിയാൻ പാടില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉള്ളി ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഹാർഡായിട്ടുള്ള പുളിയാണെന്നുണ്ടതിന്. നിങ്ങളെ കയ്യിൽ സോഫ്റ്റുള്ള പുളിയാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. സ്വീറ്റ് പൊട്ടറ്റോ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു കത്തി വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് വേണമെങ്കിൽ ആവിക്ക് വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഉള്ളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. സ്വീറ്റ് പൊട്ടറ്റോ ചട്നിയും പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ നമുക്ക് കഴിക്കാം. ഇതിൻ്റെ തൊലി ഇങ്ങനെ എടുത്ത് കളയണം. ചെറിയൊരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. ചട്നിയിലോട്ട് ഇങ്ങനെ മുക്കുക, കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ആ ചട്നിയുടെ കൂടെ മുക്കി കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.